ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ കുഞ്ഞു ചാനൽ കാരണം 8 പേര് സമ്പാദിക്കാൻ തുടങ്ങിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും എല്ലാ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. ചില വീഡിയോസിലൊക്കെ നമ്മൾ പ്ലാന്റിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ടും പുതിയ വീഡിയോയിലും ഒക്കെ നമ്മൾ പറയും, പുതിയ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനൊരു മാർക്കറ്റ് ഇല്ലാഞ്ഞാൽ അത് ഫെയിലായിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മാർക്കറ്റിംഗ് ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നമ്മൾ വീട്ടിൽ ചെറിയ നഴ്സറി പോലെ ചെയ്തിട്ട് ഡയറക്റ്റ് പർച്ചേസിനുള്ള വേ ഉണ്ടാക്കണം. പക്ഷേ എല്ലാവർക്കും ഈ ഒരു മാർക്കറ്റിംഗ് പറ്റിക്കൊള്ളണമെന്നില്ല. ഈ ഒരു മാർക്കറ്റിംഗ് എന്നല്ല, നമ്മൾ നോക്കുന്ന എല്ലാ മാർക്കറ്റിങ്ങും അതെ, അതിൽ പലർക്കും പറ്റാത്ത രീതി ഉണ്ടാവും. ചിലർക്ക് ഓൺലൈൻ വഴി ചെയ്യാനായിരിക്കും ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു ഡയറക്റ്റ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ നമ്മൾ ഫോണിൽ സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പ്ലാന്റ്സിൻ്റെ പിക്കും അതിൻ്റെ റേറ്റൊക്കെ ഇട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒക്കെ നല്ല രീതിയിൽ പോവുകയും ചെയ്യും. പിന്നെ മൂന്നാമത് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യാം. പിന്നെ നമുക്ക് വേറെ രീതി ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള നഴ്സറികളായിട്ട് കൂടുതൽ കോൺടാക്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ പ്ലാന്റ്സ് അവരെടുക്കും. ഒരുപാട് പ്ലാന്റ്സ് അങ്ങനെ കൊടുക്കാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ അവിടെ റേറ്റ് കുറവിലും നല്ല ലാഭത്തിലൊക്കെ പ്ലാന്റ്സ് കാണുമ്പോൾ നമുക്ക് കളക്ട് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ 3-4 വിധത്തിലാണ് ഞാൻ മാർക്കറ്റിംഗ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം സക്സസ് ആക്കി എടുത്തത് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടും. അപ്പോൾ അതൊക്കെ ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ ഓരോരുത്തരും ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പറ്റുക വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങളും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. തുടക്കത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലോസിലേക്കൊന്നും പോവാതെ നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ, ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരെ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ടോ ആദ്യം അതിനെയാണ് നമ്മൾ കെയർ ചെയ്ത് ഒന്ന് സക്സസ് ആക്കി എടുക്കേണ്ടത്. കാരണം നമ്മുടെ വീട്ടിലെ പ്ലാന്റ്സിനെ പോലെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ പുതിയൊരു വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അത് സക്സസ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. അപ്പം നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ടോ ആദ്യം അതിനൊന്ന് നല്ല രീതിയിൽ കെയർ ചെയ്യുക. പിന്നെ ഇതിനോടൊക്കെ ഒരു ചെറിയ ഇഷ്ടം കൂടെ ഉണ്ടാവണം കേട്ടോ. എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്ത് ഇത് ചെയ്യുന്നോ അതിനനുസരിച്ച് അതിനൊരു സക്സസ്സും കൂടുന്നതായിട്ട് നമുക്ക് കാണും കേട്ടോ. പിന്നെ ഈ സീറോ കോസ്റ്റ് ഇൻവെസ്റ്റിലാണ് നമ്മളിത് തുടങ്ങുന്നതെങ്കിൽ 1 രൂപയാണെങ്കിൽ ആ 1 രൂപ കിട്ടിയാലും അത് നമുക്ക് ലാഭമാണ്. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും കൂടെ നമുക്ക് വന്നു കഴിഞ്ഞാലേ നമുക്ക് ലാഭം വരുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരുപാട് പേര് പഴയ ചെടികൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പുതിയ ചെടികൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, വെറൈറ്റികൾ കളക്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ്സ് പോലും മിസ്സാക്കണ്ട. അതായത് ചില പ്ലാന്റ്സൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ വേസ്റ്റായൊക്കെ വളർന്നു വരുന്നതാണ് ചില സ്ഥലത്ത്. പക്ഷേ ചിലർക്കത് ഭയങ്കര ഡിമാൻഡായിരിക്കും. ആർക്കാണ് ഏത് പ്ലാന്റ്സാണ് വേണ്ടതെന്ന് നമുക്കറിയുന്നില്ല. അപ്പോൾ എല്ലാ പ്ലാന്റ്സിനെയും നമ്മൾ ഒരുപോലെ കെയർ ചെയ്തിട്ട് വളർത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു സെയിൽ വീഡിയോ അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാറ്റസൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ പ്ലാന്റ്സും കൊടുക്കുക. ചിലപ്പോൾ പലരും അന്വേഷിക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും, അത് എവിടെയും കാണാത്ത പ്ലാന്റ്സ് ആയിരിക്കും. അതുകൊണ്ട് ഒരു പ്ലാന്റ്സും നമ്മൾ മിസ്സാക്കരുത്. ഏതെങ്കിലും ഒരു പ്ലാന്റ്സ് പോയി കിട്ടിയാൽ നമുക്കത് ലാഭമല്ലേ. ആ രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് നമുക്ക് കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത്, അതായത് ചിലരിപ്പോൾ പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ ചോദിക്കും ഇന്ന പ്ലാന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യും. ആ സമയത്ത് നമ്മൾക്ക് കൂടുതൽ പേര് ചോദിച്ച പ്ലാന്റ്സ് ഏതാ വെച്ചാൽ നമ്മൾ നഴ്സറികളിലോ അല്ല വേറെ എവിടെയോ കാണുകയാണെങ്കിൽ അങ്ങനത്തെ പ്ലാന്റ്സ് നമുക്ക് വാങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്ലാന്റ്സുകൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കെയർ ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഓവർ കെയർ അല്ല ഉദ്ദേശിക്കുന്നത്. എന്നാലും ഓരോ പ്ലാന്റിനും വേണ്ട ഒരു കെയർ ഇല്ലേ, അത്യാവശ്യം വേണ്ട ആ കെയർ നമ്മൾ തീർച്ചയായും കൊടുത്തിരിക്കണേ. അതുപോലെ ചിലതിൻ്റെ പോട്ടിങ് ശ്രദ്ധിക്കേണ്ടി വരും, ചിലതിന് വെള്ളം കൊടുക്കുന്നത് ശ്രദ്ധിക്കണം, ചിലതിന് കുറച്ച് വെള്ളം മതിയാവും, ചിലതിന് കൂടുതൽ വെള്ളം വേണ്ടി വരും. അതുപോലെ തന്നെ ചിലത് ഷെയ്ഡിൽ വളരുന്ന പ്ലാന്റ്സ് ആയിരിക്കും, ചിലതിന് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് തന്നെ വേണ്ടതായിരിക്കും. അങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കി വളർത്തണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൂടുള്ളൂ. പിന്നെ നമ്മളൊരു തൈയൊക്കെ നട്ട് വയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അതൊരു വൈകുന്നേര സമയങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. കാരണം ആ വൈകുന്നേരം അന്തരീക്ഷം ഒരു കൂളാവുന്നൊരു ടൈമാണ്.
രാവിലെ വരെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. അപ്പോൾ പ്ലാന്റുകളൊക്കെ ഫ്രഷ് ആയിരിക്കുക നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ എന്തായാലും നമ്മളൊരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ അത് ഷെയ്ഡിലേ വെക്കാവൂ. അതൊന്നും മറന്നു പോകരുതേ. നട്ടിട്ട് ഡയറക്റ്റ് കൊണ്ട് വെയിലത്ത് ഒരിക്കലും വെക്കരുത്. ഒരു 1 വീക്കെങ്കിലും നമ്മൾ ഷെയ്ഡിൽ തന്നെ വെക്കുക. പിന്നെ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം നമ്മൾ പ്ലാന്റ്സിനെ വെയിലത്തേക്ക് വെക്കുക കേട്ടോ. പിന്നെ എല്ലാ പ്ലാന്റ്സുകളും ശ്രദ്ധിക്കണം. ചിലത് നല്ല വെയിലത്ത് വെച്ചാലായിരിക്കും നല്ല രീതിയിൽ വളരുക, അതുപോലെ തന്നെ ചിലത് ഷെയ്ഡിൽ വെച്ചാലായിരിക്കും. അപ്പോൾ അതൊക്കെ പ്ലാന്റ്സിൻ്റെ ഓരോ വെറൈറ്റി അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ ഇതുപോലെ ചെറിയ പോട്ടുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒരു സൈസിലുള്ള പോട്ട് എടുത്തിട്ട് അതിൽ തൈകൾ പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി പോട്ടില്ലാത്തവർ, പോട്ടൊക്കെ വാങ്ങാൻ നമുക്ക് പൈസ വേണമല്ലോ. അതിലും സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റിയതാണ് ചെറിയ ചെറിയ കവറുകളുണ്ടാവും. നമ്മുടെ ഏറ്റവും ചെറിയ സൈസിലുള്ള കവർ വാങ്ങിച്ചിട്ട് അതിൽ പ്ലാന്റ്സുകളുടെ തൈകൾ പിടിപ്പിച്ച് വെക്കുക. അത് വളരെ ലാഭമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പോട്ട് വാങ്ങിയിട്ട് വെറുതെ പൈസ കളയണമെന്നില്ല. ഉള്ളവർക്ക് വാങ്ങിയാൽ നല്ലതാണ്. ഒരു പോട്ടിലൊരു ചെടി കാണുന്നതും കവറിൽ കാണുന്നതും തമ്മിൽ നല്ലൊരു ഡിഫറൻറ്റ് ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ സെയിലിനുള്ള പ്ലാന്റ് ഒന്ന് പോട്ടിൽ ചെയ്യുക, ബാക്കിയെല്ലാം കവർ ചെയ്താൽ മതി. കാരണം നമുക്ക് ഡെമോ കാണിച്ചു കൊടുക്കാൻ പോട്ടിലെ പ്ലാന്റ് മതി. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക കേട്ടോ. പിന്നെ എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം നല്ല രീതിയിൽ ബുഷിയായിട്ട് വന്നാലാണ് നമുക്കത് മാക്സിമം ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. നമ്മൾ പ്ലാന്റ്സ് പുതിയത് വാങ്ങുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിക്കേണ്ടത് നല്ല റേറ്റിൽ മാത്രം നോക്കരുത്. നല്ല പ്ലാന്റ്സ് ആണോ, അതായത് ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണോ എന്ന് പ്രത്യേകം നോക്കുക കേട്ടോ. നമ്മൾ ചിലതൊക്കെ റേറ്റ് കുറഞ്ഞ് കിട്ടിയാൽ കുറച്ച് സൈസുള്ളായാലും അങ്ങനെ എടുത്തൊക്കെ പോകും. പക്ഷേ അങ്ങനെയൊന്നും എടുക്കരുത്. നമ്മൾ വാങ്ങുന്ന പ്ലാന്റ്സ് അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കാം. പിന്നെ മാക്സിമം ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് എന്തെങ്കിലും ലാഭത്തിനൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കുക. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ നമ്മൾ പ്ലാന്റ്സുകളിലൊക്കെ എന്ത് പരീക്ഷണം നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും വില കൂടിയ വളരെ റെയറായ പ്ലാന്റ്സുകളിലൊന്നും ചെയ്യാണ്ടിരിക്കുക. നമ്മളടുത്ത് ഏത് വെറൈറ്റി ആണോ കുറച്ച് അധികം ഉള്ളത്, അത്ര റേറ്റ് ഇല്ലാത്തൊരു പ്ലാന്റ് ഏതാണോ അങ്ങനത്തെ പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് വളങ്ങളാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിൽ മാത്രം പരീക്ഷണം നടത്തുക. അതിൽ സക്സസ് ആവുകയാണെങ്കിൽ മാത്രം പുതിയ പ്ലാന്റിലേക്ക് പരീക്ഷിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ലോസായിട്ട് വരും. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.